എത്രയോ ഉമ്മമാര് പെങ്ങന്മാര് ഹബീബിന് സ്വലാത്ത് ചൊല്ലി സ്വപ്നം കണ്ട വിവരങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദരണീയരായ ഉസ്താദ് മുഹമ്മദ് ഫാറൂഖ് അൽ ബുഖാരി അവരുടെ മുഹമ്മദുർ റസൂലിന്റെ പ്രഭാഷണം ശ്രവിച്ചിട്ട് ഉസ്താദേ ഞാൻ കണ്ടു റസൂലുള്ളാഹിനെ എന്ന് എത്രയോ യുവത്വം രക്തത്തുടിപ്പുള്ള ചെറുപ്പക്കാര് പറഞ്ഞു പോയി. എന്റെ 14 18 വയസ്സായ പെങ്ങളെ പ്ലസ് ടുവിന് പഠിക്കുന്ന പെങ്ങന്മാര് വിളിച്ചു പറഞ്ഞു പോയി. കോളേജ് ലെക്ചറായ ഒരു അധ്യാപിക വിളിച്ചു പറഞ്ഞു. അങ്ങനെ സാധാരണക്കാരായ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞു പോയി. അതുകൊണ്ട് മഹബ്ബത്ത് വേണം ഹബീബിനോട്. സ്വലാത്ത് ധാരാളമായി ചൊല്ലണം, കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് അംഗീകരിച്ച് അതിന്റെ അർഹതപ്പെട്ട ആളുകൾക്ക് അംഗീകരിച്ച രീതിയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് അനുസൃതമായി ഉലമാക്കളോട് ബന്ധപ്പെട്ട് സാമ്പത്തികമായ ബാധ്യതയുള്ള മുതലാളിമാര് കൊടുത്തു തീർക്കണം. ആരും കള്ളു പിടിക്കരുത്, തിരുന്ന പിടിക്കരുത്, തോന്നിവാസം ചെയ്യരുത്, ചൂട് കളിക്കരുത്. അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല സാലിഹീങ്ങളിൽ നമ്മളെ പെടുത്തട്ടെ. മൻ സല്ലല്ലാ അലൈഹി സ്വലാത്തൻ വാഹിദൻ സല്ലല്ലാഹു അലൈഹി ബിഹാ സറാ. ഒരു സ്വലാത്ത് ഹബീബിന്റെ പേരിൽ നിങ്ങൾ ചൊല്ലിയാൽ 10 ഗുണം നിങ്ങൾക്ക് നൽകുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാഗ്ദാനം ചെയ്തു പോയി. മുഅ്മിനീങ്ങളെ, അദീനായ പടച്ചറബ് ഹബീബിനെ മഹബ്ബത്ത് വെച്ച് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ സാധുക്കളായ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.